എന്തായാലും മൊട്ടോവ ഇത് റെയിൻബോ മൊട്ടോവയാണ്. ഇത്രയും വലിയ തൈകൾ നമ്മൾ കൊടുക്കുന്നത് 150 രൂപക്കാണിത്. അബിയുവിൻ്റെ തൈകളാണിത്. കണ്ടോ, ഇഷ്ടംപോലെ തൈകളുണ്ട്. ജയന്റ് ആണോ? ഇത് ജയന്റ് ആണ്. പക്ഷെ നമ്മൾ ജയന്റ് മറ്റൊന്നും പറഞ്ഞിട്ട് ഒരു വേറെ വിലക്കൊന്നും കൊടുക്കണില്ല. ഒറ്റ റേറ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു 15 ദിവസം വരുന്ന ആളുകൾക്കൊക്കെ ഒരു 100 രൂപയായിട്ട് അടിപൊളി തൈകൾ കൊടുക്കുക. അബിയുവിൻ്റെ നാംഡോക്മൈൻ്റെ ഗ്രീന് ആണിത്. അതായത് നമ്മുടെ ഇടത് സൈഡിലുള്ളത് ഗ്രീനും വലത് സൈഡിലുള്ളത് ഗോൾഡും അല്ല. ഇതിന്റെ കളറാണ്. ഇത് നമ്മള് മലപ്പുറത്ത് നമ്മളെ കോട്ടേഴ്സിൽ ഉണ്ടായൊരു മാങ്ങയാണ്. അപ്പോൾ ഞാനെന്താ വെച്ചാൽ എനിക്കൊരു സിസ്റ്റം ഉണ്ട്. അതായത് പുതിയ മാങ്ങകൾ എവിടെ കണ്ടാലും ടേസ്റ്റിന് തോന്നിയാൽ കമ്പെടുത്ത് തൊണ്ട തൈ ഉണ്ടാക്കി കൊടുക്കുക. കാരണം നമ്മൾ പല വിദേശ മാങ്ങകൾ പോകുന്നതായിട്ട് നല്ല നമ്മുടെ നാട്ടിൽ തന്നെ നല്ല മാങ്ങ ഉണ്ടെങ്കിൽ അതെല്ലാം ഏറ്റവും നല്ലത്. അപ്പോൾ അതിലൊരു മാങ്ങ ഒരു കട്ട് ചെയ്തേക്കണേ ഞാൻ ഇപ്പോൾ ടീമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞിട്ട് ഒറിജിനൽ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ള റിവ്യൂ ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. ടേസ്റ്റ് ഉണ്ടോ, ഈ മാങ്ങൻ്റെ തൈ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം നല്ല മധുരം അല്ലേ? ഇത് നമുക്ക് ഇതിൻ്റെ തൈ ഉണ്ടാക്കി കൂടെ? അത്രേ ഉള്ളൂ നമുക്ക് അറിയണ്ടേ. കാരണം എന്താ വെച്ചാൽ നല്ലതിന് നിങ്ങളെ വീട്ടിൽ നല്ലൊരു മാങ്ങ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. അത് നിങ്ങൾക്ക് പേരറിയാത്ത മാങ്ങ ഉണ്ടെങ്കിൽ, അല്ലാതെ നമ്മൾ മൽഗോവ അൽഫോൺസോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവച്ച് വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി തൈ അണ്ടി മുളപ്പിക്കുമ്പോൾ പുതിയൊരു തൈ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഇതിലുണ്ടായതാണ്. കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ ഗെയിൻ അതായത് നമ്മൾ പരിചയപ്പെടുത്തിയ മാങ്ങ ഒരു റിവ്യൂ അവർ നിങ്ങൾ എവിടെ? ശ്രീകൃഷ്ണപുരമാണ്. ശ്രീകൃഷ്ണപുരം ചെറുപ്പശ്ശേരിയിൽ നിന്ന് വന്നാണ് ശ്രീകൃഷ്ണപുരത്ത് നിന്ന്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ മാങ്ങൻ്റെ ഒരു കഷ്ണം കൊടുക്കുകയാണ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തൊലി കട്ടി കൂടുതലാണ്, അതുകൊണ്ട് അത് പുഴുക്കേട് കുറയും, പുഴുശല്യം കുറയും. അതും കൂടെ നമ്മൾ ഇതിൽ ഒരു പ്ലസ് പോയിൻ്റാണ്. ഇത് കഴിച്ചിട്ട് യഥാർത്ഥ രുചി നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മാങ്ങ ഉണ്ടാക്കണോ? തൊലി കഴിക്കണ്ട. എങ്ങനെയുണ്ട് മാങ്ങ? മധുരം എങ്ങനെയുണ്ട്? അത്യാവശ്യം ഫ്ലഷിയാണ്. നമുക്കിത് പിന്നെ തൈ ഉണ്ടാക്കി കൊടുത്തോട്ടെ ധൈര്യമായിട്ട്? എന്താ പറയുക, നമ്മൾ നല്ലത് എന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുക. അത് നിങ്ങളെ വീട്ടിൽ ഒരു നല്ല മാങ്ങ ഉണ്ടെങ്കിൽ അത് എന്നോട് പറയാം. ഒരു മാങ്ങ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ മാങ്ങനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ കുറേ വിദേശ മാവുകളിലേക്ക് പോകുന്നതല്ല, നമ്മൾ ഇന്ത്യയിൽ ഇവിടെ ഉണ്ടാകണം മാങ്ങയിൽ ഇങ്ങനത്തെ മാങ്ങകൾ കിട്ടിയ ഇതന്നെ പോരെ, കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ. ഇനി തൊലി ഇല്ലാതെ തിന്നു നോക്കി, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. മറ്റേ ചെറിയൊരു കറ വരില്ല. ഇല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്കിത് ഓക്കെയാണ്. ഓക്കെ, ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. മുന്നോട്ട് പോട്ടെ. തൈ ഉണ്ടാകുമ്പോൾ ഒന്ന് വിളിക്കണം. അതെ, ഓക്കെ. ഹലോ, ഹായ്, ഞാൻ റഷീദ്, മലപ്പുറം റെസിൻ എക്സോട്ടിക്. ഇത് ഗോലക്കിൻ്റെ തൈകൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംഭവമാണ്. അതെ, ഗോലക്കിൻ്റെ തൈകൾ എല്ലായിടത്തും ഷോർട്ടാണ് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ എല്ലാവരും വലിയ വില പറയുമ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു 450 രൂപ ഹോൾസെയിൽ കൊടുത്തിട്ട് അതിൻ്റെ മുകൾക്ക് ഈ സാധനം വിൽക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് 2 മരം കവറിൽ നിന്ന് കായ്ച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പെടുത്തിട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ഗോലക്കിൻ്റെ മാവുകൾ ഒരു 300 രൂപക്ക് തൈകൾ കൊടുക്കാം. കാരണം ഗോലക്കിൻ്റെ തൈകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 500, 600 ആ റേഞ്ചിലാണ് നടന്നു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 300 രൂപ കൊടുക്കുക. അപ്പോൾ കൊടുക്കാൻ പറ്റിയൊരു കണ്ടീഷൻ എത്തിയിട്ടുണ്ട്. സെയിം സൈസ്. ഇത് ജബോട്ടിക്കാബൻ്റെ എസ്കാലേറ്റ് റെഡ് ഡേബിളിൻ്റെ ചെറിയ തൈകളാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് ജബോട്ടിക്കാബൻ്റെ ഒക്കെ വലിയ വില കേട്ടിട്ട് പല ആൾക്കാർക്കും താങ്ങാൻ പറ്റാവുന്ന അപ്പുറമാണ്. കാരണം ഒരു കാലത്ത് ഇതൊക്കെ 3000, 3500 കൊടുത്തിട്ടാണ് ഈ വലിപ്പമുള്ള തൈകൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു വിലയിൽ 150 രൂപക്കാണ് ഇത്രയും നല്ല തൈകൾ കൊടുക്കുന്നത്. ഇതിലും ചെറിയ തൈകൾ 100 രൂപ കൊടുക്കാനുള്ളതും ഇവിടെ തൈകളുണ്ട്. നമ്മളിത് പുതിയ പേരിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ജാർവി റെഡ് എന്ന് പറയുന്ന പേര. ജാർവി വൈറ്റ് ഉണ്ട്, പിന്നെ ജപ്പാൻ പേരിൻ്റെ വൈറ്റ് ഉണ്ട്, എല്ലാം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ജപ്പാൻ പേരുണ്ട്, പക്ഷെ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു പഴവും വലിയ പഴവും ഉണ്ടാവുന്ന, നമ്മൾ ഏത് ചൂടിലും നല്ല കായപിടുത്തമുള്ള ജപ്പാൻ പേരെ കായപിടുത്തം കുറവാണെന്നുള്ള അഭിപ്രായം ഉണ്ട്. അപ്പോൾ കായപിടുത്തമുള്ള ഒരു ഇനമാണ് ഇത്. ഗുജറാത്തിലൊക്കെ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ഒരു ഇനമാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ പുതിയതായിട്ട് വന്നൊരു പേരൊക്കെയാണ്. ഇപ്പോൾ നമ്മളൊരു ഓഫർ റേറ്റിൽ നമ്മൾ 300 രൂപയ്ക്ക് ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവരും 300, 400, 500 വരുന്നൊരു തൈകളാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. എന്തായാലും എൻ്റെ അടുത്തൊരു 200ഓളം തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു 300 രൂപയായിട്ട് ഇതിൻ്റെ തൈകൾ കൊടുക്കും. അപ്പോൾ ഇതാണ് ഡബിൾ ലോങ്ങൻ. കണ്ടോ, ഇത്രയും ചെറിയ തൈ കണ്ടോ, ബുഷായിട്ട് വരുന്നു, ഫുള്ളായിട്ട് പൂവ് പിടിക്കുന്നു. നമുക്ക് എന്താ വെച്ചാൽ ഞാൻ ഇതിനെപ്പറ്റി വീണ്ടും പറയണം. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു, അത് ശരിക്കും ഇതൊരു പഴം വരുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇത്ര മറ്റിൻ്റെ അടുത്ത് ബ്രൗൺ വരുന്നില്ല.
പിന്നെ അത്യാവശ്യം നല്ല ഫ്ലഷും ഉണ്ട്. സീഡ് ചെറിയ സീഡായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഡബിൾ ലോങ്. അപ്പോൾ ഇത് ഞാൻ 100% സക്സസ്ഫുള്ളായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ എല്ലാവരും വെക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന സംഭവമാണ്. ഇതിൻ്റെ തൈകൾ വലിയ വിലയൊന്നുമില്ല, നല്ല ചെറിയ തൈകൾക്ക് 500 രൂപ വിലയുള്ളൂ. ഇഷ്ടംപോലെ തൈകളുണ്ട്, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എൻ്റെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ 500 തൈകൾ വെച്ച് എത്ര ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ഇത് 1.5 വർഷം കൊണ്ട് കായ്ച്ചാണ് ഈ ഒരു റിസൾട്ട്. അത് ഞാൻ വൈറ്റ് കായ്ക്കണ പോലെ 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ടൊന്നും ഞാൻ പറയണില്ല. ഇത് 1.5 വർഷം കൊണ്ട് കായ്ച്ചാൽ 2 വർഷം കൊണ്ട് എന്തായാലും കായ്ക്കുന്നു പ്രതീക്ഷിക്കും. ഇതുണ്ടോ വിയറ്റ്നാം മോഡലിൻ്റെ അടിപൊളി കരുത്തുള്ള അടിപൊളി തൈകളുണ്ടോ, ഇഷ്ടംപോലെ തൈകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകൾ അതായത് അടുത്ത വർഷം കായ്ക്കണ തൈകളാണ്. ഇത്രയും സൈസായ അടിപൊളി തൈകൾ നമ്മൾ കൊടുക്കുന്നത് 300 രൂപക്കാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തൈകൾ ഇവിടെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഒരു 100-300ഓളം തൈകൾ ഇവിടെ ഇതും ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ചട്ടിയിലുള്ള മാവുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഇതുണ്ടോ അത്യാവശ്യം നല്ല കടവണ്ണുള്ള വലിയ മാവുകളാണിത്. കണ്ടോ മേലെ ഉണ്ട്, അവൻ്റെ കയ്യിലാണ്ട് പിടിച്ച് നിൽക്കുന്നത്. ഇഷ്ടംപോലെ മാങ്ങകളിൽ ഇപ്പോൾ മാങ്ങകൾ ഇതിൽ നിന്ന് കുറേ പഴുത്തത് പറിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വലിയ തൈകളൊക്കെ ഉണ്ട്. നമുക്ക് ഇത് കൊടുക്കേണ്ടത് നമ്മൾ 3500 രൂപക്കാണ്. അത്യാവശ്യം കടവണ്ണം വലുപ്പമുള്ളതാണ്. നമുക്ക് 1000 രൂപ മുതൽ കായ്ച്ച മാവിൻ്റെ തൈകൾ ഇവിടെ നാംഡോക്കുമായി ഉണ്ട്. ഇപ്പോൾ കായുള്ളതൊക്കെ ഏകദേശം എല്ലാവരും പെറുക്കി പോയിട്ടുണ്ട്. 1000-1500 നല്ല അടിപൊളി മെച്ചൂറായിട്ടുള്ള വലിയ തൈകൾ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളോട് ഫിംഗർ ലെമൺ നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഫിംഗർ ലെമൺ ചോദിച്ചിരുന്നു. ആളുകളൊക്കെ 500-600 വാങ്ങിയതെന്നൊക്കെ പറഞ്ഞ് പലതിലും കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഫിംഗർ ലെമൺ 250 രൂപക്ക് നല്ല അടിപൊളി ഫിംഗർ ലെമൺ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കിയാണ്. അതേപോലെ തന്നെ ബ്ലാക്ക് സുർനാംചെറി പറഞ്ഞാൽ നമ്മൾ 250 രൂപക്കാണ് തൈ കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് കൊടുക്കുന്നത് 250 രൂപക്ക്. എന്താ ഇഷ്ടംപോലെ തൈകളുണ്ട്, നല്ല നല്ല തൈകളുണ്ടോ, കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത അതായത് പെട്ടെന്ന് കായ്ക്കണ പിന്നെ ബ്ലാക്ക് സുർനാംചെറിയാണിത്. അതേപോലെ ഇതാ ഇന്ത്യൻ മുസംബി 200 രൂപക്കാണ് ഇന്ത്യൻ മുസംബി കൊടുക്കുന്നത്. ഒറിജിനൽ ഇന്ത്യൻ മുസംബി. അതേപോലെ വിയറ്റ്നാം മാൾട്ട് ഇതൊക്കെ 200 രൂപക്കാണ് കൊടുക്കുന്നത്. പിന്നെ തായ്ലാൻഡ് ലെമണ്, നമ്മൾ നേരത്തെ പരിചയം തായ്ലാൻഡ് ലെമണ്, തായ്വാൻ ലെമണ്, എല്ലാ വെറൈറ്റി ലെമണുകളും ഇവിടെ ഉണ്ട്. പാകിസ്ഥാൻ ലെമൺ ഉണ്ട്, അതാ 150 രൂപക്ക്. പാകിസ്ഥാൻ ലെമൺ 150 രൂപക്ക് കേട്ടോ. ആയിരിക്കണം മൊത്തം. ഇതാണ് ടെറിങ്കാനാച്ചെറി, അലാട്ടച്ചെറി എന്നൊക്കെ പറഞ്ഞ സംഭവമാണിത്. അതുകൊണ്ട് നല്ല ഏകദേശം 2 കൊല്ലം കൊണ്ട് കായ്ക്കണത്. വലിയൊരു ഓർണമെൻ്റൽ ഫ്രൂട്ടായിട്ട് നമ്മൾ കൂട്ടാൻ പറ്റുള്ളൂ. കഴിക്കാൻ പറ്റും, പക്ഷേ അത്ര ടോപ്പ് സംഭവം ഒന്നുമല്ല. എന്നാലും നമ്മളിത് പല ആളുകളും ഇതിൽ കാണുന്നുണ്ട്. എന്തായാലും നമുക്കൊരു 75 രൂപയായിട്ട് കൊടുക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് പ്ലാന്റാണിത്. അതേപോലെ ഇതാണ് പിന്നെ ജപ്പാൻ പേരിൻ്റെ വൈറ്റ്. ഇത് നമ്മുടെ അടുത്ത് പൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തായ് ജംബോ സപ്പോർട്ടാണത്. തായ് ജംബോ സപ്പോർട്ട് 200 രൂപ കൊടുക്കണം. അതിൽ പൂവുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് പൂവൊക്കെ കാണണം. ഈ ഒരു നിൽക്കുന്നത് പൂട്ടാണല്ലേ. അതെ. അതേപോലെ വെരിഗേറ്റഡ് പിന്നെ സീഡ്ലെസ് ലെമൺ ആണത്. അതൊക്കെ 150 രൂപക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു സൈസ് വരുന്നത്. അതെ. പിന്നെ റംബുട്ടാൻ കായുള്ളതുണ്ട്. അതൊക്കെ വലിയ കായുള്ള റംബുട്ടാനുകളാണ്. ഇതൊക്കെ 1800 രൂപക്കാണ് ഈ കായുള്ള വലിയ റംബുട്ടാൻ. അതായത് 10 അടി 12 അടിയുള്ള റംബുട്ടാൻ കൊടുക്കുന്നത് നമ്മൾ 1800 രൂപക്കാണ്. എന്തായാലും മൊട്ടോവ, ഇത് റെയിൻബോ മൊട്ടോവയാണ്. ഇത്രയും വലിയ തൈകൾ നമ്മൾ കൊടുക്കുന്നത് 150 രൂപക്കാണിത്. ഈ ഒരു സൈസുള്ള എൻ്റെ ഹൈറ്റ് ഉണ്ട്. എൻ്റെ ഹൈറ്റുള്ള സാധനം 150 രൂപക്കാണ് മൊട്ടോവ കൊടുക്കുന്നത്. അസൈബറി എന്ന് പറഞ്ഞാൽ പറയാണിത്. ചില ആളുകളൊക്കെ എന്തൊക്കെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്തായാലും തോട്ടത്തിൽ ഇത് കാഴ്ച നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയത് കാമ്പ് വരികയാണ്. ഒരു ബെറിയാണ്, ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സംഭവമാണ്. അബ്യുവിൻ്റെ തൈകളാണിത്. കണ്ടോ ഇഷ്ടംപോലെ തൈകളുണ്ട്. ജയന്റ് ആണോ? ഇത് ജയന്റ് ആണ്. പക്ഷെ നമ്മൾ ജയന്റ് മറ്റൊന്നും പറഞ്ഞിട്ട് ഒരു വേറെ വിലക്കൊന്നും കൊടുക്കണില്ല. ഒറ്റ റേറ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു 15 ദിവസം വരുന്ന ആളുകൾക്കൊക്കെ ഒരു 100 രൂപയായിട്ട് അടിപൊളി തൈകൾ കൊടുക്കുക. അബ്യുവിൻ്റെ ഇഷ്ടംപോലെ തൈകളുണ്ട് 100 രൂപ കൊടുക്കാൻ പറ്റിയ. ഇതിൽ ജയന്റ് ഉണ്ടാവും, തായ്വാൻ ഉണ്ടാവും, എല്ലാ ഐറ്റവും ഉണ്ടാവും. നാംഡോക്കുമൈൻ്റെ ഗ്രീന് ആണത്. അതായത് നമ്മുടെ ഇടത് സൈഡിലുള്ളത് ഗ്രീനും വലത് സൈഡിലുള്ളത് ഗോൾഡും അല്ല. ഇതിന്റെ കളറാണ്. അപ്പോൾ പല ആളുകളും പറയലുണ്ട് നാംഡോക്കുമായി ഗോൾഡ് ആണെന്നില്ല, ഇത് കവർ ഇട്ടുകൊണ്ടാണ് ഈ മഞ്ഞ കളറാണെന്നൊക്കെ പറയലുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ഇതിൻ്റെ ഒറിജിനൽ സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഗ്രീനാണ്, ഗോൾഡാണ്. ഒരു സംശയം വേണ്ട. സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളെ കയ്യിലുണ്ടല്ലേ. അടുത്തൊന്ന് പിടിച്ചു നോക്കി. ഓക്കെ അല്ലേ. അപ്പൊ ഇതിന്റെ ഒക്കെ തൈകൾ നമ്മളെ കയ്യിലുണ്ട്. ഗോൾഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. റേറ്റ് തന്നെ ഏതാ? ഗോൾഡൊക്കെ നല്ല അത്യാവശ്യം നല്ല കാഴ്ച പൂവുള്ള തൈകളൊക്കെ 1500 രൂപ. ഗ്രീനും സെയിം റേറ്റ്. ഗ്രീനും 1500 മുതൽ ഇതേമാതിരി കാഴ്ചതുണ്ട്. പിന്നെ വലിയ തൈകളുണ്ട്. അതൊക്കെ
1500, 2000 ആ റേഞ്ച്, 2500 ആ റേഞ്ചിൽ വരുന്ന തൈകളാണ്. കാട്ടിമോൻ്റെ കാഴ്ച മരങ്ങളാണിത്. ഇഷ്ടം പോലെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ കായുള്ള മരങ്ങളാണ്. ഇത് അൽഫോൺസാണ്. ഇതിലെല്ലാം മരം കൊണ്ട് വലിയ വലിയ, ഇത് ബനാന ഉണ്ട്, ഇത് പിന്നെ അമേരിക്കൻ റെഡ് പൾമറാണിത്. വലിയ മരം കണ്ടോ, ഹൈറ്റ് കണ്ടില്ലേ, 10 അടി ഒക്കെ ഹൈറ്റുള്ളതാണ്. ഇതൊക്കെ എങ്ങനെ റേറ്റ് തന്നെ? ഇത് കുറച്ച് വരുന്നുണ്ട്, റെഡ് പൾമർ കുറച്ച് വരും, 1700 വരുന്നുണ്ട്. മറ്റേ ഇതൊക്കെ കാട്ടിമോന് ഇതായി കായ പിടിച്ചത് 1300 ഒക്കെ കൊടുക്കാം. ഓക്കെ ഓക്കെ. വലിയ മരം കേട്ടോ, ചെറുതല്ലേ, വലിയ മരങ്ങളാണ്. പിന്നെ ചെറുത് ഒരു 300 രൂപേൻ്റെയിലും നമുക്ക് പൂട്ട തൈകൾ ഇവിടെ ഉണ്ട് കാട്ടിമോൻ. അത് നമുക്ക് വേണമെങ്കിൽ വേറെ കാണിക്കാം. മൽഗോവയാണ്, പിന്നെ ഇതൊക്കെ മൽഗോവയാണ്. പിന്നെ എല്ലാ വലുതുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ കാണിക്കാണ്ടൊന്നതാ ജംബോ സപ്പോർട്ടാണിത്, തായ് ജംബോ. എന്താ വലിയ വലിയ സപ്പോർട്ടാണ്. ഇതിൻ്റെ അകത്ത് റെഡ് കളറാണ് വരിക. ഇപ്പം ഒരുപാട് കായുണ്ടായിരുന്നു, ഇപ്പോൾ ഒക്കെ തീർന്നതാണ്. പറിച്ച് പിന്നെ കിളികളെ കൊണ്ടുപോയിട്ടായിട്ട് മറ്റായിട്ട് തീർന്നതാണ്. ഇഷ്ടംപോലെ ഉണ്ട്. അത്യാവശ്യം തൂക്കം വരും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ട്. അകത്ത് നല്ല റെഡ് കളർ വരുന്ന ഒരു സപ്പോർട്ടാണ് തായ് ജംബോ. ഇതിൻ്റെ തൈകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. കായോട് കൂടിയുള്ള തൈകൾ 400 രൂപയേ ഉള്ളൂ. ഈ ഒരു മരത്തിന് ഇപ്പോൾ എത്ര കൊടുക്കാൻ പറ്റുക? ഈ മരത്തിനൊരു മോഹവിലേക്കാണ്. മോഹവിലയോ? ഓക്കെ, ഞാൻ പറയണില്ല. കാട്ടിമോൻ മാങ്കോ ആണത്, കണ്ടോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല തൈകൾ 250 രൂപ ഉണ്ട്. അതൊരു ടോപ്പ് 10 മാങ്ങകൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ്. അപ്പോൾ ഇതിൽ ഒരു 250 രൂപേൻ്റെ തൈകളാണ്, 200 രൂപേൻ്റെ തൈകളും ഉണ്ട്. ഇത് കച്ചാമിട്ട എന്ന് പറഞ്ഞിട്ട്, അതായത് പച്ചിലൻ്റെ മധുരം ഉണ്ടാകുന്ന ഒരു പേരയാണ്. പച്ചയിൽ മധുരമുള്ള പേരക്ക. ഓക്കെ, ഇങ്ങനെ കുറച്ചായി കഴിയുമ്പോൾ തന്നെ നല്ല മധുരം വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് പുതിയ വെറൈറ്റി ആണ്. അതെ അതെ, പുതിയ വെറൈറ്റി. എങ്ങനെ റേറ്റ് ഒക്കെ വരുന്നതിന്റെ? 250 രൂപ. 250 വരുന്നുള്ളൂ അല്ലേ? ഇത് സീഡ്ലെസ് ലെമൺ ഇല്ലേ, വലിയ നാരങ്ങ ഉണ്ടാവണം, അത് 100 രൂപ കേട്ടോ ഇതിന്റെ തൈകൾക്ക്. ആ റേഞ്ച് വരുന്നുള്ളൂ. പിന്നെ ഇത് ഹിമാപസന്ത്. ഇതൊക്കെ പുതിയതായിട്ട് നമ്മള് ബഡ് ചെയ്ത് വന്നാണോ? ഇത് വന്നതാണ്, ഇത് നമ്മളെ സുഹൃത്തുക്കൾ ചെയ്തു തരുന്നതാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്, സീഡ്ലെസ് ലെമൺ. ഇത് ഹിമാപസന്താണ്. ഓ, ഇതൊക്കെ നമ്മൾ 150 രൂപ കൊടുക്കണം കേട്ടോ, അത്രയും വലിയ തൈകൾ. അത്ര വരുന്നുള്ളൂ, 150 രൂപ. റിസൾട്ടിലേക്ക് എത്തിക്കാൻ എത്ര സമയം വരും നമുക്ക്? ഇതെങ്ങനെ 2 വർഷം കൊണ്ട് കായ്ക്കും ഹിമാപസന്ത്, നമുക്ക് റിസൾട്ട് കിട്ടില്ല. അതേപോലെ മല്ലികന്റെ തൈകളാണത്, അത് 150 രൂപ ഉള്ളൂ. പിന്നെ കോശേരി ഉണ്ട്, അത് 300 രൂപ വരുന്നുണ്ട്. ഈ മല്ലിക നമ്മളിവിടെ ചെയ്താണോ? ഇത് നമ്മളതല്ല, വന്നതാണ്. നമ്മൾ മല്ലികയിലേക്ക് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഒരു മാസം കൊണ്ട് എല്ലാവർക്കും തൈകൾ കൊടുക്കാൻ പറ്റും. നല്ലൊരു റിസൾട്ട്. ഇത് മല്ലിക നല്ലതെന്ന് പറഞ്ഞിട്ട് വന്നതാണ്, പക്ഷെ ഇന്നാള് അതിന്റെ തയ്യാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇത് കൊടുക്കില്ല. അപ്പൊ ഹിമാപസന്ത്. പിന്നെ റോയൽ സ്പെഷ്യൽ പറഞ്ഞൊരു മാങ്ങ കണ്ടോ, റോയൽ സ്പെഷ്യലിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോളി. ഇതുണ്ടോ, ഇതിലാണ് പൂട്ടിട്ടുള്ളത്, കണ്ടോ. ഇതാണ് ഈ ഇവിടെയാണല്ലേ ഇത് അപ്രോച്ചാണോ? ഇത് അപ്രോച്ചാണ്. ഇത് എന്തായാലും ഇത് ആന്ധ്രക്കാര മാവാണ്. എന്തായാലും ഇത് അടിപൊളി ഒരു മാങ്ങ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാങ്ങയാണ്. വലിയ ടോപ്പ് മാങ്ങ അല്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റും ഉണ്ട്, പച്ചന്റെ ആവശ്യം കിടക്കും. അതേമാതിരി ഓഫ് സീസണിൽ ഇതിന് കായ ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 150 രൂപയാണ് ഈ പൂട്ട തൈന്റെ വില. റോയൽ സ്പെഷ്യൽ നല്ല മാങ്ങ, എല്ലാരും വെച്ചോളി. ഇതാണ്ടോ നോക്കി, ഇതിലൊക്കെ പൂട്ട് കരിഞ്ഞു പോയതാണ്ടാ, കണ്ടില്ലേ, പൂട്ട് കരിഞ്ഞു പോയതാ. പിന്നെ ഇതാ പിന്നെ അതിൽ വരുന്നത് പിന്നെ ബങ്ങനപ്പള്ളിയാണ് ഒന്ന് വരുന്നത്, അത് 150 രൂപയാണ്, അത് 150 രൂപ. അതേപോലെ ഇതാ ഇത് വരുന്നത് മൂവാണ്ടനാണ്, നമ്മുടെ നാടൻ മൂവാണ്ട. ഇവിടുന്ന് കമ്പെടുത്ത് ഇവിടുന്ന് ചെയ്ത തൈകളാണ്. ഇത് 200 രൂപക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇതാ നമ്മൾ മൂവാണ്ട വാങ്ങി എന്താ വെച്ചാൽ നമ്മൾ മണ്ണുത്തിയിലൊക്കെ പോയി വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇലകളൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത് നമ്മൾ തന്നെ ചെയ്ത് നല്ല ട്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് പുതിയ തൂമ്പുകളൊക്കെ വരുന്നുണ്ട്. 200 രൂപയ്ക്ക് നമ്മൾ കൊടുക്കണതാണ്. പിന്നെ അതേപോലെ ബനാന, ഇത് ഇവിടെ ഉണ്ടാക്കിയ ബനാനയാണ്, മറ്റേ ഇവിടെ വരുന്ന കൂടുതൽ കൽക്കട്ടെന്നാവും. ഇത് നമ്മളിവിടെ കാഴ്ച മരത്തുമ്പോൾ ഉണ്ടാക്കി. അതിന്റെ ഒരു വ്യത്യാസം നമ്മൾ ഓരോ പ്ലാന്റിന്റെ മോൾ ഭാഗത്ത് നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ലീഫിനൊക്കെ ഒരു പ്രത്യേക ഒരു ജീവനുള്ള പോലെ ഫീൽ ചെയ്യും. ഇത് 250 രൂപ കൊടുക്കുന്ന ബനാന മാങ്കോ ആണ്. ഇത് അബിയുവിന്റെ തൈകളാണ്. ഇതൊക്കെ ഒരു 150 രൂപ കൊടുക്കുന്ന തൈകളാണ്. പിന്നെ ലോങ്ങിന്റെ ഡയമണ്ട് റിവറിന്റെ ഒക്കെ വലിയ വലിയ തൈകളാണിത്. ഇത് നമ്മളെ ഇതാണ് ബ്ലാക്ക് ലീഫാണ്. ബ്ലാക്ക് ലീഫിന്റെ വലിയ തൈയാണ്. ഇത് നമുക്കൊരു 1200 രൂപ കൊടുക്കാം. അതാ എൻ്റെ ഹൈറ്റ് ഉണ്ട് ബ്ലാക്ക് ലീഫ്. 1200 രൂപ. ഇതൊക്കെ തന്നെ കേട്ടോ, ബ്ലാക്ക് ലീഫാണ്. പിന്നെ ഇത് ഡയമണ്ട് റിവറാണ്. ഇതിൻ്റെയൊക്കെ തൈകൾ എത്ര വേണമെങ്കിലും ഉണ്ട്. ഇതൊക്കെ വില കുറവുള്ള സംഭവം. ഇതാണ് ആസാം ലെമൺ കേട്ടോ. ആസാം ലെമൺ അറിയില്ല, കുറച്ചും കൂടെ നീളത്തിൽ വന്നിട്ട് ഒരു 1/2 കിലോ വരെ തൂക്കം വരും. ഇത് 150 രൂപക്കാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ 250 രൂപ കൊടുത്തിരുന്ന സാധനമാണ്, ഇപ്പോൾ വില കുറച്ചതാണ്. പിന്നെ വരുന്നത് ഡയമണ്ട് റിവറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ബ്ലാക്ക് ലീഫാണ് കേട്ടോ.
ബ്ലാക്ക് ലീഫ് 650 ഈ കൊടുക്കും. ബ്ലാക്ക് ലീഫ് നമുക്ക് ഇവിടെ റിസൾട്ട് വന്നതന്നെയല്ലേ? റിസൾട്ട് വന്ന ഞാൻ നേരത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതിന് മരുന്ന് കൊടുത്താൽ ഇത് കായ്ക്കുള്ളൂ. അതായത് നമ്മൾ മാവിനൊക്കെ കൾട്ടാർ കൊടുക്കണ പോലെ ഇത്രയും മെനക്കെട്ടുണ്ടല്ലോ ബാക്കിയുള്ള വെറൈറ്റീസ് ഒക്കെ. ബാക്കിയുള്ള വെറൈറ്റികൾ തന്നെ വിലയിലും കുറവാണ്. പോരാത്തതിന് എന്താണ് റിസൾട്ട് പക്ക. നമുക്ക് 100% റിസൾട്ട് കണ്ടതന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. മരുന്നോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ നല്ല അടിപൊളിയായിട്ട് കായ്ക്കണ ഇനങ്ങളാണിത്. അതായത് മറ്റുള്ള ഇതിന് മരുന്ന് കൊടുത്താൽ ഇത് കായ്ക്കുള്ളൂ എന്നാണ് ഞാൻ പഠിച്ചതും ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ റിസൾട്ട്. പിന്നെ ഇത് ലോങ് തന്നെയാണ്. ലോങ് പിന്നെ പലതും ഉള്ളതുകൊണ്ട് ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ലോങ് ഉണ്ടാവും. പിന്നെ ഉണ്ടോ ഇതൊക്കെ ബനാനൻ്റെ നല്ല അടിപൊളി തൈകളാണ്. ബനാനൻ്റെ അത് എത്ര വലുപ്പമുള്ള തൈകളാണ് ഇതൊക്കെ. നമ്മൾ 500 രൂപ കൊടുക്കണം ബനാന തയ്യാ. ഒരു ഏകദേശം 7 അടി 7.5 അടി ഉണ്ട്. പിന്നെ മിയാസാക്കി ഉണ്ട് ഇവിടെ. മിയാസാക്കി ബാക്കിലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. മിയാസാക്കി ഉണ്ടോ? ഇത് ഏകദേശം എൻ്റെ ആയിട്ടുള്ള മിയാസാക്കിയാണ്. ഇത് നമ്മൾ കൊടുക്കണം 1000 രൂപക്കാണ്. ഇതിന്റെ വലുതുണ്ട്, ഒരു 8 അടിയിൽ വരുന്ന അവിടെ ബാക്കിൽ നമുക്ക് കൂടി കാണിക്കാം. അതിന് 1200 വരുള്ളൂ. വലിയ തൈകളുണ്ട്. പിന്നെ ഏറ്റവും മിയാസാക്കിൻ്റെ ഏറ്റവും ചെറിയ തൈ 150 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. എവിടെ ഉണ്ടാവില്ല. മിയാസാക്കി 150 രൂപ കൊടുക്കും. ഇതാണ് പർപ്പിൾ. ഇതൊക്കെ തായ്ലൻഡ് വെറൈറ്റിയാണ്. നല്ല പർപ്പിൾ കളർ വരുന്ന മാംഗോ ആണ്. ഇതിന് വേറെ എന്തൊക്കെ പേരുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ തായ്ലൻഡ് വെറൈറ്റിക്ക് ഒരുപാട് പേര് ബ്യൂട്ടി പ്രിൻസ് ആയാലും ചിലപ്പോൾ തന്നെ ആവും. അങ്ങനെ ഒരു 10 പേരാണ് ഓരോന്നിനും വരുന്നത്. അപ്പോൾ ഓരോന്നും നമ്മൾ കൂടുതൽ വെക്കാതെ കുറച്ച് കളക്ഷൻ മാത്രം വെക്കണം നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും പർപ്പിൾ ഇതാണ് കുറ്റ്യാട്ടൂർ. പല ആളുകളും ചോദിക്കുന്ന ഒരു മാങ്ങയാണ് കുറ്റ്യാട്ടൂർ മാംഗോ. ഈ മാവിന് കുറച്ച് വില വരുന്നുണ്ട്. 350 രൂപ വില വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തൈകളാണ്. എന്താ അതിന്റെ പ്രത്യേകത തന്നെ? ഇത് കുറ്റ്യാട്ടൂർ മാംഗോ എന്താ വെച്ചാൽ ലീഫിന് വിലയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്കറിയില്ല. കണ്ണൂർക്കാരുടെ മാംഗോ ആണ്. ആളുകളും അന്വേഷിച്ച് വരുന്നുണ്ട്. അത്യാവശ്യം തൈകൾ അത്യാവശ്യം. നമ്മളൊരു സുഹൃത്തിന്റെ വീട്ടിൽ ഇത് കായ്ച്ചിട്ടുണ്ട്. ഇപ്പം അതിൽ കമ്പെടുത്തപ്പോൾ ഞാൻ പുതിയതായി ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും. 100, 150, 200 കൊടുത്താൽ തൈകൾ റെഡി. ഇവിടെ ഏതാ മാങ്ങയായിട്ട് നിൽക്കണ? മാങ്ങയായിട്ട് നിൽക്കിട്ട് ഇത് നാംഡോക്കുമായി. ഇത് ഗ്രീൻ ആണ് വരുന്നല്ലേ? ഗോൾഡ് ആണെങ്കിൽ ഈ കളറല്ലല്ലോ വരും. ഈ വലുപ്പത്തിൽ തന്നെ കളർ മാറി തുടങ്ങല്ലോ. ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് കേറി വരും. ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല കടവണുള്ള തൈകളാണ്. ഇതൊക്കെ ഈ തൈയൊക്കെ നമ്മൾ എങ്ങനെ? ഈ തൈയൊക്കെ 3,500 രൂപ കൊടുക്കണം. 3,500. പക്ഷെ ഇതിന് മൂപ്പുണ്ട്. ഇതേ വലുപ്പമുള്ള തൈകൾ ഇവിടെ 1,500 രൂപക്കും ഉണ്ട്. പക്ഷെ ഈ ഒരു ഗ്യാരണ്ടി എനിക്ക് മറ്റു പറയാൻ കഴിയുന്നില്ല. കാരണം നാംഡോക്കുമായി ഞാൻ ഒരുപാട് മുന്നേ കൊടുക്കുന്ന കുറേ വില കുറച്ച് കൊടുത്തിന് കുറേ തൈകളുണ്ട്. അതിൽ കായ പിടിക്കില്ല എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു. എൻ്റെ അടുത്തുണ്ട് 2 മരം അങ്ങനെ നിൽക്കുന്നത്. വീഗ്രാഫ്റ്റ് ചെയ്ത് കൽക്കട്ടന്ന് വന്നത്. അപ്പോൾ അതിലൊരുപാട് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ വില കുറവുണ്ട്. അത്യാവശ്യം നല്ല ഇതേപോലത്തെ വലിയ തൈകൾ തന്നെയാണ്. പക്ഷെ വില 1000, 1200 കൊടുക്കാൻ പറ്റുന്ന തൈകൾ ഇവിടെ ഇതേ വലുപ്പത്തിൽ ഇപ്പോൾ ഞാൻ കാണിക്കുവാണെങ്കിൽ വേറെ ബാക്കിലുണ്ട്. അത് ഞാൻ ആരും സജഷൻ ചെയ്യണില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട്. മാവുകൾ ഇത് കിങ് ഓഫ് ചക്കപ്പത്താണ്. കാരണം വലിയ മാവുകളാണ്. ഇതൊക്കെ ഒരു 650 രൂപ ഉള്ളൂ എൻ്റെ ഹൈറ്റുള്ള മാവിന്. അതേപോലെ ബനാന ഉണ്ട്, കിയോസാമ്രോഡ് ഉണ്ട്, ജയൻ്റ് ഐവറി ഉണ്ട്, പിന്നെ കാലാപ്പാടി ഉണ്ട്, റോയൽ സ്പെഷ്യൽ ഉണ്ട്. എല്ലാം വലിയ വലിയ പ്ലാന്റുകളോടെ ഇഷ്ടംപോലെ ഉണ്ട്. ഡ്രാഗണൊക്കെ ഇവിടെ ഇതിനുള്ളിൽ നമ്മൾ ആരും കാണാതെ പൂത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. അവിടെ അപ്പുറത്തും കണ്ട പൂ വരുന്നു. നമ്മളിപ്പോൾ ഡ്രാഗണിന് അത്ര ഇത് കൊടുക്കണില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെ കാര്യങ്ങൾ നിറവേറ്റി പോകും. അതെ. ഐസ്ക്രീം പോവാ. ഐസ്ക്രീം പോലെ നമുക്ക് അങ്ങനെയാണ് പറയണത്. പക്ഷെ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായമാണ്. എനിക്കിവിടെ കാഴ്ചയില്ല ഉള്ളത് പറയാലോ. ഐസ്ക്രീം പോയിട്ട് വന്നതാണ്. എന്തായാലും വലിയൊരു ജഗപ്പോകായിട്ടൊന്നും ഞാൻ വെക്കില്ല. 250 രൂപ കൊടുക്കുന്ന തൈകളാണ്. പിന്നെ പ്ലാവിൻ്റെ വലിയ വലിയ തൈകളുണ്ട്. ഇതിൽ കുറേ മനസ്സിലാവാത്ത സീഡ്ലെസ് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ ഒരുപാട് എല്ലാ തൈകളും നമ്മളെ കയ്യിലുണ്ട്. ഇതാ ബ്ലാക്ക് ആൻഡ് റോസിൻ്റെ വലിയ മരങ്ങൾ ഇതാ. പിന്നെ റെഡ് ഐവറിഡ് ഇതാ വലിയ മരങ്ങൾ. പിന്നെ ഇതുണ്ടോ ഹിമാപസന്ത്, ആപ്പിൾ റുമാനിയൊക്കെ ചെറിയ മരങ്ങളിൽ തന്നെ കായലൊക്കെ ഉണ്ടോ ചെറുതിലൊക്കെ. ഇതൊക്കെ ഒരു 450-500 രൂപ കൊടുക്കുന്ന തൈകളാണ്. ഇതിലെല്ലാത്തിലും കായ വന്നത് മാത്രം ഇവിടെ കൊടുന്ന് വെച്ചപ്പോൾ ഒക്കെ മാങ്ങ ചാടി പോയി. വലിയ വലിയ വെരിഗേറ്റഡ് സപ്പോർട്ടുകളുണ്ട്. ഇതുണ്ടോ ഫുൾ കായ് പൂവോടുകൂടി ഇതാ. ഇത്രയും വലിയ തൈയൊക്കെ നമുക്കൊരു 750 രൂപയ്ക്ക് വെരിഗേറ്റഡ് കൊടുക്കാം. അതിൻ്റെ തൈ ചെറുതുമുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഡുക്കുവിൻ്റെ തൈകളുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ മലേഷ്യയിലൊക്കെ പോയ ആളുകൾ നമ്മളോട് കൂടുതൽ ചോദിക്കുന്നുണ്ട്. ഡുക്കു ലാങ്സാറ്റൊക്കെ ഉണ്ടാവും ചോദിക്കലുണ്ട്. ലാങ്സാറ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ അതിന് ചെറിയൊരു കയ്പ്പ് വരുന്നുണ്ട്. ഇതാണ് ഡുക്കുവിൻ്റെ തൈകൾ. നല്ല കാഴ്ച മരത്തുമെന്ന് നമ്മൾ ചെയ്തെടുത്തുണ്ടാക്കിയ തൈകളാണ് ഡുക്കു. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 850 രൂപ വരും. ആ റേഞ്ച് വരുള്ളൂ.
പക്ഷെ എന്താ വെച്ചാൽ നല്ല കാഴ്ച മരത്തുനിന്ന് അപ്രോച്ച് ചെയ്തെടുത്താണ്, പെട്ടെന്ന് കായ്ക്കാൻ ചാൻസ് ഉണ്ട്. ഉണ്ടോ ബനാന മാങ്കോൻ്റെ 300 രൂപേൻ്റെ തൈകളുണ്ടോ, അടിപൊളി തൈകൾ 300 രൂപേൻ്റെ. പിന്നെ കോട്ടർക്കോണ ഇതാ, ഇവിടെയൊക്കെ വലിയ വലിയ മാവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേതാ മാങ്ങയായിട്ട് നിൽക്കുന്നത്? അത് കോട്ടർക്കോണ. കോട്ടർക്കോണാണല്ലേ. ഇതൊക്കെ എങ്ങനെ ഈ പ്ലാന്റിനൊക്കെ റേറ്റ് തന്നെ? അത് കുറച്ച് വലിയ പ്ലാന്റുകളാണ്, അത്യാവശ്യം നല്ല കടവണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു 2000-2500 ആ റേഞ്ചിൽ വരുന്ന മാവുകളാണ് അതൊക്കെ. പിന്നെ ഇവിടെ ഉണ്ട് ഇതാ ഇഷ്ടം പോലെ മട്ടാവുണ്ട്, വലിയ മട്ടാവാണെങ്കിൽ അതൊക്കെ എങ്ങനെ? അതൊക്കെ നമുക്കൊരു 1500 രൂപ കൊടുക്കാം. ഏകദേശം എത്ര ഉണ്ട്, 15 അടി പൊക്കുണ്ടാവും. അതിൽ കൂടുതലുണ്ടെങ്കിലുള്ളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീൻ ക്രിസ്റ്റൽ ജബോട്ടിക്കാവയാണ്. ഇതൊക്കെ ഒരു 3500 രൂപ കൊടുക്കാം. ഇത് കണ്ടോ ഹൈറ്റ് കണ്ടില്ലേ. പിന്നെ വെരിക്കേറ്റഡ് സപ്പോർട്ടുകൾ, വെരിക്കേറ്റഡ് ബുഷ് ഓറഞ്ച്, അങ്ങനെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ. ലോങ്ങിൻ്റെ ഒക്കെ വലിയ വലിയ തൈകളുണ്ട്. ബനാന ദുരിയാൻ്റെ വലിയ തൈയാണ് ഇത്, ഗ്രാഫ്റ്റ് തൈയാണ് വലിയ. റേറ്റ് തന്നെ? അത് കുറച്ച് വില വരും, ഒരു 400-500 വരും. ഏകദേശം 10, 15, 12, 13 അടിയില്ലേ ഓങ്സിയാങ്ങ. പിന്നെ അതേമാതിരി ഇതാ ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട് മാവുകൾ. ഇതൊന്നും ഇവിടെ ക്ലിയർ ആക്കി വെച്ചിട്ടില്ല. റൂബിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും വലിയ വലിയ തൈകൾ. ഇതിൻ്റെ പൂട്ടതൊക്കെ നമുക്ക് അപ്പുറത്ത് കാണിക്കാം. ഇതുണ്ടോ ഇത്രയും നല്ല ബുഷായ തൈകളുണ്ടോ, ഇത്രയും ബുഷായ തൈകളൊക്കെ നമുക്ക് 1500 രൂപ കൊടുക്കാം. ഇതിന് ചെറിയ തൈകളെ വില 450 രൂപക്ക് റൂബി ലോങ് കൊടുക്കാം നമുക്ക് തൈകൾ, 450 രൂപക്ക്. ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ലോങ്ങിന് പൂട്ടൊന്നും കായ്ച്ചൊന്നും കേട്ടോ. ഇതൊക്കെ ലോങ്ങനാണ്. ഇതൊക്കെ ബട്ടറിന്റെ വലിയ വലിയ, അതായത് ഏറ്റവും വലിയ കായ ഉണ്ടാവണ ബട്ടറിന്റെ ഒക്കെ തൈകളാണ്. ട്രോപ്പിക്കലിന്റെ ഏറ്റവും വലിയ കായ ഉണ്ടാവണ. അതായത് ഇങ്ങനത്തെ തൈകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് തൈകള്. കുറച്ച് വില വരുന്നതാണ്, 1200 ഒക്കെ വില വരുന്നുണ്ടല്ലേ. ചെറുത് 200 രൂപ മുതൽ തൈകളുണ്ട്. ഇത് സിന്ദൂരമാവാണ്. ഇതേപോലെ മാങ്ങുള്ള ഒരു 10-20 മരം ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം ഇനിയിപ്പോൾ ഏകദേശം തോന്നുന്നുണ്ട് 5-6 മരത്തിൽ ഇനിയും ഇപ്പോൾ കായുള്ളത് വേണമെങ്കിൽ കിട്ടും. അതുകൊണ്ട് നേരത്തെ നമ്മൾ വലിയ മരത്തിനെ കാണിച്ചിരുന്നു, 750 രൂപക്ക് വലിയ മരം ഉണ്ട്. ഇത് അതിലും കൂടി കുറച്ചും കൂടി ബെറ്റർ ആയ തൈയാണ്. ഇതൊക്കെ ഒരു 1000 രൂപ കൊടുക്കാം ഈ മാങ്ങോട് കൂടിയിട്ട്. സിന്ദൂരം അടിപൊളി അടിപൊളി തൈകളുണ്ട്. 5 വർഷം 6 വർഷം 7 വർഷമായ തൈകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ ഇതൊക്കെ കണ്ടോ, നല്ല ബുഷായിട്ടുള്ള തൈകൾ കണ്ടോ. കണ്ടോ എന്താ തൈ നമുക്ക് ഇതുകൊണ്ട് നല്ല സ്റ്റെപ്പൊക്കെ ഏകദേശം ഒരു 10, 12, 15 സ്റ്റെപ്പോളം ഉണ്ട് ഇതിന്. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 3 രൂപ കൊടുക്കാം. 3 രൂപയ്ക്ക് കൊടുക്കല്ലേ. ഇതാ ഇത് കണ്ടോ, ഇതെത്ര ഉണ്ട് നോക്കിയാണ്ടോ. ഇതൊക്കെ ഒരു 1500 രൂപ കൊടുക്കാം, ഇത്രയും വലുപ്പമുള്ളത്. പിന്നെ പ്ലാവിൻ്റെ തൈകൾ ഇതാ വിയറ്റ്നാം മെർലി. ചെറുതൈകളല്ല, അത് ചെറുകളെ നമുക്ക് 100 രൂപ കൊടുക്കാം. 100 രൂപയ്ക്കോ? ഇനി അതിന് ചെറുതാണോ, വിയറ്റ്നാം മെർലിൻ്റെ ചെറിയ കുഞ്ഞു തൈകളാണ്. ഇതിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നഴ്സറിക്കാർക്കോ അല്ലെങ്കിൽ ഒന്നിച്ചു ചെയ്യാനോ ആൾക്കാർ ഇനിയിപ്പോൾ ഒരു പീസ് എടുക്കുകയാണെങ്കിലും നമ്മൾ 50 രൂപ കൊടുക്കുന്ന വിയറ്റ്നാം മെർലിൻ്റെ തൈകളാണ് ഇത്. ഇതും 2 വർഷം 1 വർഷം അല്ലെങ്കിൽ 2ാമത്തെ വർഷം എന്തായാലും ഇത് കായ്ക്കും. ഇതിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മുടെ കയ്യിലുണ്ട്. ഹോൾസെയിൽ റീറ്റെയിലും ഉണ്ട്. കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയണം, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തരും. കൂടുതൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം 50 രൂപ നമ്മൾ മാക്സിമം നമ്മുടെ റേറ്റ് എന്നാലും ഹോൾസെയിൽ ആണെങ്കിൽ ചെറിയ രീതിയിൽ എന്താ ചെറിയ ആളുകൾ വെക്കാൻ കഴിയില്ലാത്തവർക്കും ഒക്കെ വില കുറച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. അതിൻ്റെ തന്നെ 100 രൂപേൻ്റെ തൈകളുണ്ട്, 150, 300 ഏത് വലുപ്പത്തിലും ഇവിടെ തൈകളുണ്ട്. 50 രൂപ മുതലുള്ള തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വിയറ്റ്നാം മെർലി ഉണ്ട്.